ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ ചിക്കൻ ദം ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടി ആദ്യം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്താൽ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 6 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബിരിയാണിക്കെല്ലാം മസാല ആക്കുമ്പോൾ ഇതേപോലെ ഉള്ളി ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ തന്നെ വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി ഒരു വലിയ മുതുമന് ഫുള്ളായിട്ട് തന്നെ പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1.5 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒരു പച്ചമണമെല്ലാം മാറി കിട്ടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ വലിയ തക്കാളി ആയതുകൊണ്ട് 1.5 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 3 ഉള്ളിക്ക് 1.5 തക്കാളി. തക്കാളി കൂടിക്കഴിഞ്ഞാൽ മസാല ടേസ്റ്റ് ഉണ്ടാവില്ല. തക്കാളി എപ്പോഴും ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഞാനിത് എൻ്റെ ഉമ്മെല്ലാം ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് തയ്യാറാക്കുന്നത്. പിന്നെ എൻ്റെ ഉമ്മ മസാല തയ്യാറാക്കുമ്പോൾ ഞാൻ എപ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഉമ്മ നല്ലോണം ഈ ഉള്ളി തക്കാളി ഇതെല്ലാം നല്ലോണം ഇപ്പം ഉള്ളിയൊക്കെ ആണെങ്കിൽ നല്ലോണം ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. തക്കാളി ആണെങ്കിൽ നല്ലോണം ഉടയുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മസാല തയ്യാറാക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് മസാല തയ്യാറാക്കേണ്ടത്. ഇനി ഇതിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ഒരു 1.5 കിലോന് ചിക്കനും ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബിരിയാണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചിക്കൻ പൊരിച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല കേട്ടോ. ചിക്കൻ പൊരിക്കാത്ത രീതിയിലുള്ള, നമ്മൾ കല്യാണത്തിനെല്ലാം പോയാൽ കഴിക്കുന്നില്ല അതേ രുചിയിലുള്ള ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ്. ഇനി ഈ ബിരിയാണിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് എന്തായാലും നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ. ഇത് ചേർത്താലാണ് ഇതിൻ്റെതായ ഒരു ടേസ്റ്റ് വരിക. അപ്പം ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കനിലൊന്ന് പിറങ്ങുന്ന വിധത്തിലൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായത് ഓയിൽ. ഇതേപോലെ നല്ലോണം ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഓയിൽ ഫ്രൈ ചെയ്തിട്ട് എടുത്തതാണ്. എന്നിട്ട് ഇതും കൂടി മിക്സാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിച്ചപ്പ്, പുതിന എന്നിവയെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് തന്നെ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. എൻ്റെ ഉമ്മാൻ്റെ ബിരിയാണി എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പം ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ ജ്യൂസില്ലേ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ചിക്കൻ ഒന്ന് വേവാകുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ചിക്കനെല്ലാം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ ചിക്കന് ഈ മസാലകളെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. മസാല ഇതിങ്ങനെ വറ്റി വരണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പം ഈ ചിക്കന് വെന്തത് കൊണ്ട് തന്നെ ചിക്കന് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാൻ പോകുന്നുണ്ട്. ഇത് ചിക്കൻ പൊരിക്കാണ്ട് തയ്യാറാക്കുന്നതാണല്ലോ, അതുമല്ല ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പം അതൊന്ന് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മസാല അങ്ങനെ അതിൽ നിന്ന് വറ്റിയിട്ട് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മസാലക്ക്. ഇനിയിപ്പോൾ ഇത് നല്ലോണം വറ്റി വന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അയ്യവ അടിപൊളി മണം. ഇനി ചോറ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം എടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗീ ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാനൊരു 3 ഗ്ലാസ് അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇനി കുറച്ച് ഒരു 2 സ്പൂണ് സാദാ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ബേ ലീഫ്, ഒരു 5-6 ഏലക്ക, പിന്നെ 4-5 ഗ്രാമ്പു, പട്ട, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ ഉള്ളി, ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉള്ളി ഒന്ന് വഴന്ന് വരുന്നത് വരെ വഴറ്റുന്നുണ്ട്. എന്നിട്ട് ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായ അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതേപോലെ റൈസ് ഞാനൊന്ന് കുറച്ച് ടൈം ഇങ്ങനെ വറുത്തെടുക്കും കേട്ടോ. ഇങ്ങനെ തയ്യാറാക്കിയാലേ റൈസ് നല്ലോണം ഇപ്പം കല്യാണത്തിനെല്ലാം പോയാൽ ഉണ്ടാകുന്നില്ല, ആ ഒരു റൈസ് തന്നെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു 3 ഗ്ലാസ് അരിക്ക് ഞാൻ 4.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള കണക്കിലാണ് കേട്ടോ. അങ്ങനെ 3 ഗ്ലാസ് അരിക്ക് 4.5 ഗ്ലാസ് വെള്ളം. ഇനി ഒരു പകുതി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിപ്പം ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 3/4 ഭാഗം വേവാകുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ചെറുങ്ങനെ ഒരു നല്ലോണം ലോ ഫ്ലെയിമിൽ ഒരു കുറച്ച് ടൈം ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇത് ഫ്ലെയിം ഒന്ന് ഓഫാക്കാം കേട്ടോ. അധികം ബിരിയാണി തയ്യാറാക്കുമ്പോൾ അധികം ചോറ് വേകാൻ പാടില്ല കേട്ടോ. കാരണം ബാക്കി വേവ് ദമ്മിടുമ്പോൾ ആണ് കേട്ടോ വേവേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്നിട്ട് ബിരിയാണീൻ്റെ ആ റൈസ് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് ആകുന്നത്. ഇനി ബിരിയാണി എങ്ങനെ ദമ്മ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ആദ്യം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായ മസാലകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് റൈസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബിരിയാണി ദമ്മ് ചെയ്യൽ. ഇനിയിപ്പോൾ ഇതേപോലെ ഒന്ന് മേലെ ഒരേപോലെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഇതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ഇട്ടാൽ മേലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് വെതറി കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് മല്ലിച്ചപ്പ്, പുതിന ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, പിന്നെ മുന്തിരി ഉണ്ടെങ്കിൽ മുന്തിരി, പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ, ഇതും കൂടി ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഗീയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഫോയിൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. തീർച്ചയായും എല്ലാവരും ഇതൊന്ന് ട്രൈ. ഇനി ഒരു 1/4 മണിക്കൂർ ഒന്ന് ദം ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ദം ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ട് ചിക്കനും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി നാടൻ ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെ സെർവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം മേലുള്ള ചോറ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടിയിലുള്ള മസാല വേറെയും പിന്നെ മേലേക്ക് ചോറും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യേണ്ടത്. അപ്പം സൈഡിലായിട്ട് തൈരും ആക്കിയിട്ടുണ്ട് കേട്ടോ, കച്ചമ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.